എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിയിൽ ഡിഗ്രി കോഴ്സുകൾ നോക്കുന്നവർക്ക് രണ്ട് കോഴ്സുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. +2 കഴിഞ്ഞ് ഫാർമസിയിൽ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഉള്ളൊരു സംശയമാണ്, ബിഫാം ആണോ ഫാം ഡി ആണോ നല്ലത് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഫാം കോഴ്സിന്റെയും ഫാം ഡി കോഴ്സിന്റെയും ഡീറ്റെയിൽസും, ഏതാണ് ബെറ്റർ ഓപ്ഷൻ, അഡ്മിഷൻ പ്രൊസീജിയർ, ഫീസ്, സ്കോപ്പ്, സാലറി, കേരളത്തിലെ ടോപ്പ് ബിഫാം ഫാം ഡി കോളേജുകൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ആദ്യം തന്നെ ബിഫാം കോഴ്സ് എന്താണെന്ന് നോക്കാം. ബിഫാം അതായത് ബാച്ചലർ ഓഫ് ഫാർമസി എന്നത് മരുന്നുകളുടെ നിർമ്മാണം, ഘടന, ഉപയോഗം, സൈഡ് എഫക്ട്സ് എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. പ്രധാനമായും ഡ്രഗ് മാനുഫാക്ചറിംഗ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഹോസ്പിറ്റൽ ഫാർമസി, ക്വാളിറ്റി കൺട്രോൾ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ കോഴ്സിലെ പഠന വിഷയങ്ങൾ. ഇനി ഫാം ഡി കോഴ്സ് എന്താണെന്ന് നോക്കാം. ഫാം ഡി അഥവാ ഡോക്ടർ ഓഫ് ഫാർമസി എന്നത് പേഷ്യന്റ് ഓറിയന്റഡ് ആയ ഒരു അഡ്വാൻസ്ഡ് ഫാർമസി കോഴ്സാണ്. അതായത് ഇത് ബിഫാം പോലെ ഒരു ഇൻഡസ്ട്രി ഫോക്കസ്ഡ് കോഴ്സല്ല, മറിച്ച് ഇതൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയ ഒരു അഡ്വാൻസ്ഡ് കോഴ്സാണ്. ഫാം ഡി കോഴ്സിൽ രോഗികൾക്ക് മരുന്ന് നൽകുന്ന രീതികൾ, ക്ലിനിക്കൽ ഫാർമസി, ഡ്രഗ് ഇന്ററാക്ഷൻ, പേഷ്യന്റ് കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഡോക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആകാൻ ഈ കോഴ്സ് സഹായിക്കും. മാത്രമല്ല, പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് പേരിനോടൊപ്പം DR അഥവാ ഡോക്ടർ എന്ന് ചേർക്കാൻ അനുവാദമുണ്ട്. ഇനി രണ്ട് കോഴ്സുകളുടെയും ഡ്യൂറേഷൻ നോക്കാം. ബിഫാം കോഴ്സ് 4 വർഷവും ഫാം ഡി കോഴ്സ് 6 വർഷവുമാണ്. ഇനി കേരളത്തിൽ ഈ കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ ബിഫാം അഡ്മിഷൻ കീം എൻട്രൻസ് വഴിയാണ് നടത്തുന്നത്. ഗവൺമെന്റ് കോളേജുകളിൽ കീം റാങ്കിന്റെ അടിസ്ഥാനത്തിലും പ്രൈവറ്റ് കോളേജുകളിൽ മെറിറ്റ് കോട്ട സീറ്റിൽ കീം റാങ്ക് അടിസ്ഥാനത്തിലും മാനേജ്മെന്റ് കോട്ട സീറ്റിൽ അതാത് കോളേജ് അടിസ്ഥാനത്തിലുമാണ് അഡ്മിഷൻ നടക്കുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, മെറിറ്റ് കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും രണ്ടിലും അഡ്മിഷൻ ലഭിക്കാൻ നിർബന്ധമായും കീം എക്സാം എഴുതിയിരിക്കണം എന്നുള്ളതാണ്. ഫാം ഡി കോഴ്സിന്റെ അഡ്മിഷൻ പ്രധാനമായും പ്രൈവറ്റ് കോളേജിൽ നേരിട്ടാണ് നടത്തുന്നത്. താരതമ്യേന ഫീസ് കൂടുതലായതുകൊണ്ട് +2 മാർക്ക് കുറവുള്ളവർക്കും ഫാം ഡി കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കാറുണ്ട്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. രണ്ട് കോഴ്സിലും അഡ്മിഷൻ ലഭിക്കാൻ മിനിമം 50% മാർക്കോടെയെങ്കിലും സയൻസ് വിഷയങ്ങളിൽ +2 പാസ്സായിരിക്കണം. ലാറ്ററൽ എൻട്രി അഡ്മിഷൻ നോക്കുന്നവർക്ക് ഡിഫാമിന് ശേഷം ബിഫാം കോഴ്സിലേക്കും ബിഫാം കഴിഞ്ഞവർക്ക് ഫാം ഡി കോഴ്സിലേക്കും അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി ഫീസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ആദ്യം ബിഫാം കോഴ്സിന്റെ ഫീസ് നോക്കാം. ഗവൺമെന്റ് കോളേജുകളിൽ ബിഫാം കോഴ്സിന്റെ വാർഷിക ഫീസ് ഏകദേശം 25,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ്. പ്രൈവറ്റ് കോളേജുകളിൽ ഇത് ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ആകാം. ഫാം ഡി കോഴ്സിന് പൊതുവെ ഫീസ് കൂടുതലായിരിക്കും. പ്രൈവറ്റ് കോളേജുകളിൽ ഏകദേശം 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഈടാക്കുന്നുണ്ട്. ഇനി ഈ കോഴ്സുകൾ നടത്തുന്ന ചില കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ പ്രമുഖ ഗവൺമെന്റ് ബിഫാം കോളേജുകൾ ഇവയാണ്: ഗവൺമെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് പരിയാരം. സ്വകാര്യ മേഖലയിലെ സെൽഫ് ഫിനാൻസിംഗ് ബിഫാം കോളേജുകൾ ഇവയാണ്: അമൃത സ്കൂൾ ഓഫ് ഫാർമസി കൊച്ചി, പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസി തിരുവല്ല, KVM കോളേജ് ഓഫ് ഫാർമസി ചേർത്തല, മലിക് ദിനാർ കോളേജ് ഓഫ് ഫാർമസി കാസർഗോഡ്, ക്രസന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് കണ്ണൂർ. കേരളത്തിൽ ഫാം ഡി കോഴ്സ് നടത്തുന്ന ചില കോളേജുകൾ പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസി, നിർമ്മല കോളേജ് ഓഫ് ഫാർമസി, സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് ഫാർമസി തുടങ്ങിയവയാണ്. ഇനി ഈ രണ്ട് കോഴ്സുകളുടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്ന് നോക്കാം. ബിഫാം കഴിഞ്ഞാൽ ഫാർമ കമ്പനീസ്, മെഡിക്കൽ ഷോപ്സ്, ഡ്രഗ് മാനുഫാക്ചറിംഗ്, ക്വാളിറ്റി കൺട്രോൾ ലാബ്സ് തുടങ്ങിയ മേഖലകളിലാണ് ജോലി അവസരങ്ങൾ ഉള്ളത്. ഫാം ഡി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് റോൾസ്, പേഷ്യന്റ് കെയർ, ഡ്രഗ് സേഫ്റ്റി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് കൂടുതൽ അവസരങ്ങളുള്ളത്. പക്ഷേ നല്ല പരിഗണന കിട്ടേണ്ട ഫാം ഡി ഗ്രാജുവേറ്റ്സിന്, മെഡിക്കൽ ഡോക്ടേഴ്സിന് മുൻതൂക്കമുള്ള ഇന്ത്യയിലെ ഹോസ്പിറ്റലിൽ നിന്നും മറ്റും കാര്യമായ പരിഗണന കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില വിദേശ രാജ്യങ്ങളിൽ അവസരങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ വിദേശ അവസരങ്ങൾ കുറവാണ്. ഇനി സാലറി റേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. ബിഫാം ഫ്രഷേഴ്സിന് തുടക്കത്തിൽ 20,000 രൂപ മുതൽ 30,000 രൂപ വരെയും, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 30,000 രൂപ മുതൽ 50,000 രൂപ വരെയും ഏകദേശ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. ചില ലീഡിംഗ് ഫാർമ കമ്പനികളിൽ ഇതിലും നല്ല ഓഫർ ലഭിക്കാനും സാധ്യതയുണ്ട്. ഫാം ഡിക്കാർക്ക് തുടക്കത്തിൽ 25,000 രൂപ മുതൽ 40,000 രൂപ വരെയും, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 40,000 രൂപ മുതൽ 60,000 രൂപ വരെയും ഏകദേശ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ സെക്ടറിൽ ഫാം ഡി ഗ്രാജുവേറ്റ്സിന് ചിലപ്പോൾ നല്ല പാക്കേജ് ലഭിക്കാറുണ്ട്. ഇനി ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് നോക്കാം. ഫാർമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിഫാം കോഴ്സാണ് മികച്ച ഓപ്ഷൻ. കുറഞ്ഞ ബഡ്ജറ്റിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന് പല ഹോസ്പിറ്റലുകളിലും നിയന്ത്രണമുള്ളതുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ ഇപ്പോൾ ഈ കോഴ്സിന് അത്ര ഡിമാൻഡ് ഇല്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ
കീം എക്സാമിൽ വളരെ കുറച്ച് മാർക്കുള്ളവർക്കും ബിഫാം കോഴ്സിന് ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കാറുണ്ട്. ഇനി ഫാം ഡി കോഴ്സിന്റെ കാര്യം നോക്കാം. ഹോസ്പിറ്റൽ മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് പേഷ്യന്റ് കെയറിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, കൂടാതെ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒന്നുകൂടി മികച്ച കോഴ്സാണ് ഫാം ഡി കോഴ്സ്. എങ്കിലും ഇന്ത്യയിൽ അവസരങ്ങൾ പൊതുവെ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ വിദേശ രാജ്യങ്ങളിലെ പോലെ ഫാം ഡി കഴിഞ്ഞവർക്ക് ഇന്ത്യൻ ഹോസ്പിറ്റലുകളിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മാത്രവുമല്ല, കാനഡ പോലെയുള്ള വളരെ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും അവസരങ്ങളുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളിലും ലാംഗ്വേജ് ഫ്ലുവൻസി നിർബന്ധമാണ്. കൂടാതെ ഇത് ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് ഉയർന്ന ഫ്ലുവൻസി ലെവൽ വേണം എന്നതും മറ്റൊരു പ്രശ്നമാണ്. ഉദാഹരണത്തിന്, ജർമ്മനിയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ജോലി ലഭിക്കാൻ ജർമ്മൻ ഭാഷയിൽ C1 ലെവൽ ഫ്ലുവൻസി അത്യാവശ്യമാണ്. പ്രതീക്ഷിച്ച അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് ഫാം ഡി കഴിഞ്ഞ ശേഷം മെഡിക്കൽ കണ്ടന്റ് റൈറ്ററായി 25,000 രൂപ മുതൽ 35,000 രൂപ വരെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബിഫാമും ഫാം ഡിയും നല്ല കോഴ്സുകളാണെങ്കിലും ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റു കോഴ്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അവസരങ്ങൾ കുറഞ്ഞൊരു മേഖലയാണ് എന്ന് വേണം പറയാൻ. പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ബജറ്റ്, കരിയർ ഗോൾ ഇവയെ ആശ്രയിച്ചാണ് ശരിയായ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ വളരെ ആലോചിച്ച് വേണം ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു മെഡിക്കൽ കോഴ്സുകൾ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനുമായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങളെക്കുറിച്ചും BDS, വെറ്റിനറി, BSc നഴ്സിംഗ്, BPT, BSc ന്യൂക്ലിയർ മെഡിസിൻ, മെഡിക്കൽ PG, PhD, പ്ലേസ്മെന്റ് ഉള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങിയ നിരവധി വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവ കാണാവുന്നതാണ്. മാത്രമല്ല, അഡ്മിഷൻ ഗൈഡൻസിനായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.